മിശിഹായിൽ സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, ഈ ജൂബിലി വർഷ സമാപന വേളയിലെ ക്രിസ്മസ് ആഘോഷം വളരെ പ്രസക്തമാണല്ലോ. ഗാർഹിക സഭയായ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ക്രിസ്മസ് ആഘോഷം മനോഹരമാക്കുവാനായിട്ട്, പ്രസക്തമാക്കുവാനായിട്ട് നമുക്ക് 24 ദിവസങ്ങൾ ഒരുമിച്ച് ഒരുങ്ങാം. ഈ ഒരുക്കം തന്നെ നമുക്ക് ഒരു ആഘോഷമായിട്ട് മാറ്റാം. നമ്മുടെ വ്യക്തിബന്ധങ്ങളെ നമുക്ക് സ്നേഹനിർഭരമാക്കാം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാം. പരിമിതികൾ അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. അങ്ങനെ ഉണ്ണീശോ തരുന്ന സന്തോഷവും സമാധാനവും രക്ഷയും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അനുഭവിക്കുവാനും അത് മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ പങ്കുവെച്ച് വളരാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ദൈവഹിതത്തോട് വിധേയപ്പെട്ട് അനുസരണയോടും എളിമയോടും കൂടി പ്രവർത്തിക്കുക എന്നുള്ളത്. ക്രിസ്തുവിന്റെ പുൽക്കൂട്ടിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളോട് പറയുന്ന സന്ദേശവും ഇത് തന്നെയാണ്. മറിയം ഗബ്രിയേൽ ദൂതന്റെ ആ വലിയ വാർത്ത കേട്ട് ആദ്യം ഭയന്നുവെങ്കിലും പിന്നീട് ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയോട് പൂർണ്ണമായും വിധേയയായി. ജോസഫും ദൈവദൂതൻ്റെ കൽപ്പനകൾ മടിയില്ലാതെ അനുസരിച്ചു. മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചതും കുടുംബത്തെ സംരക്ഷിക്കാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും നമ്മൾ കണ്ടതാണ്. യേശുവിൻ്റെ ജനനവും ജീവിതവും പൂർണ്ണ അനുസരണത്തിൻ്റെയും എളിമയുടെയും മഹത്തായ ഉദാഹരണമാണ്. മനുഷ്യരെ രക്ഷിക്കാനുള്ള ദൈവ പദ്ധതി നിറവേറ്റാൻ അദ്ദേഹം സ്വർഗീയ മഹത്വം ഉപേക്ഷിച്ച് മനുഷ്യനായി പിറന്നു. മറിയത്തിനെയും ജോസഫിനെയും പോലെ ദൈവഹിതത്തോട് വിധേയപ്പെട്ട് അനുസരണയോടും എളിമയോടും കൂടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇന്നത്തെ ആക്ടിവിറ്റി, ആഗമന കാലത്ത് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഇന്നു മുതൽ അനുസരണയും വിദഗ്ധവുമുള്ളവരായിരിക്കാം.